ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് വാദിക്കുകയും ആ മകൻ ജനിച്ച ദിവസമാണെന്ന് ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നസാറാക്കൾ. അള്ളാഹുവിന്റെ മേലുള്ള കള്ള ആരോപണമാണിത്. എന്നാൽ ഒരു മുസ്ലിം ചെറിയ നിസ്സാരമായ വിഷയങ്ങളിൽ പോലും യൂത നസാറാക്കളോട് എതിരായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അതിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അതിന്റെ ആശംസകൾ നേടാൻ സാധിക്കുക? എങ്ങനെയാണ് അതിന്റെ വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അതിന്റെ ഭക്ഷണങ്ങൾ ഭക്ഷിക്കാൻ സാധിക്കുക? ഒരിക്കലും ഒരു മുസ്ലിമിന് അത് കഴിയില്ല. അള്ളാഹു ഏകനാണെന്ന് പറയുന്ന ഖുർആനിന്റെ മൂന്നിലൊന്നെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന അടിമയ്ക്ക് ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അതിന് സാധിക്കുക? അള്ളാഹു പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയുക, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു സമദ്, അവനൊരാളുടെയും ആശ്രയം ആവശ്യമില്ലാതെ എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവനാണ്. ലം യലിദ് വലം യൂലദ്, അവനൊരാളുടെ സന്തതിയായി ജനിച്ചതല്ല, അവനൊരു സന്താനം ജനിച്ചിട്ടുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ മറ്റൊന്നുമില്ല, അവനോട് താരതമ്യം ചെയ്യാൻ, അവനോട് ഉപമ പറയാൻ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. ഈ ഖുർആൻ സൂറത്തുകൾ, ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന് ഒരു മകൻ ജനിച്ചു എന്ന് പറയുന്ന ആഘോഷത്തിൽ പങ്കുചേരാൻ സാധിക്കുക?